അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു ഒരു ലോക ആഫിയത്തും ബറക്കത്തും സലാമത്തും ഹിഫ്ളും നമുക്കും നമ്മുടെ അൻവാർ ഹഫീസിൻ്റെ കുടുംബം എല്ലാ മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകൾക്കും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ മരിച്ചവർക്ക് അല്ലാഹു ജന്നത്ത് കൊടുക്കട്ടെ. എല്ലാ മുഅ്മിനീകൾക്കും മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ശഅബാൻ മാസം അത് ബറക്കത്തുകൾ ഖൈറുകൾ നിറഞ്ഞ മാസമാണ്. അറിയാമല്ലോ, ശഅബാൻ എന്ന് പറഞ്ഞാൽ തന്നെ ധാരാളം ഖൈറ് ചൊരിഞ്ഞു കിട്ടുന്ന മാസം എന്നാണ് പേരിൻ്റെ അർത്ഥം തന്നെ. മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആയിൽ അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമദാൻ, റജബിലും ശഅബാനിലും ബറക്കത്ത് നൽകണം. ഇത് പ്രത്യേക ബറക്കത്ത് ചോദിച്ചിട്ടുണ്ട്. ശഅബാൻ്റെ ബറക്കത്ത് പ്രത്യേകം ചോദിച്ചിട്ടുണ്ട്, റജബ് പോലെ തന്നെ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ആക്റ്റീവായി ചെയ്യുന്ന ദുആയും റജബിൽ ദുആ ചെയ്തു, ശഅബാനിൽ ഒഴിവാക്കുന്നില്ല. പരിശുദ്ധമായ റമദാനിൻ്റെ പിറ കാണുന്നത് വരെ ആക്റ്റീവാകുന്ന ദുആയാണ് ശഅബാൻ്റെ ബറക്കത്ത്. അതെല്ലാവരും ചോദിക്കുന്നുണ്ടെങ്കിലും 3 പേർക്ക് പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ അള്ളാഹു ബറക്കത്ത് കൊടുക്കില്ല. ഇനി എന്തെങ്കിലും ആവശ്യം അവർക്ക് ബറക്കത്ത് ഉണ്ടെങ്കിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഉടൻ തന്നെ റിമൂവ് ചെയ്യപ്പെടും, നഷ്ടപ്പെടും. അത് ഏതെങ്കിലും തരത്തിൽ, ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റേ തരത്തിൽ. 3 വിഭാഗം ആളുകൾക്ക് ബറക്കത്തും അതേപോലെ തന്നെ ഖൈറും കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. സംഗതി പ്രിയപ്പെട്ടവരെ ഏറ്റവും വലിയ അപകടത്തിലേക്ക് കാര്യങ്ങൾ പോകും. അങ്ങനെയുള്ള ഒരു 3 വിഭാഗത്തെ പറ്റി നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാം, ഒന്ന് മനസ്സിലാക്കിയെടുക്കാം. ജാഅ റജുലുൻ ഇലാ അമീറുൽ മുഅ്മിനീൻ അലിയുൻ കറമല്ലാഹു വജ്ഹ റളിയല്ലാഹു അൻഹു. അലി റളിയല്ലാഹു തആല അൻഹു അമീറുൽ മുഅ്മിനീൻ, മഹാനായ അലിയാർ തങ്ങളുടെ ചാലത്ത് ഒരാൾ വന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട്. എന്നാ ചോദിക്കുന്നത്? അദ്ദേഹം പറയുന്നത്, ഇന്നി അജിദു ഫീ റിസ്ഖി ളീഖ. അല്ലയോ അലിയാർ തങ്ങളെ, ഞാൻ ഉപജീവന മാർഗം, എൻ്റെ കച്ചവടം, ഇടപാട്, സമ്പത്ത്, സൗകര്യങ്ങൾ, ഇതിൽ ഞാൻ വല്ലാത്ത കഷ്ടനഷ്ടം അനുഭവിക്കുകയാണ്. ഭയങ്കര ഞെരുക്കം, ടൈറ്റ് ഫിറ്റ്, സാമ്പത്തികമായിട്ടും മറ്റ് ഉപജീവനപരമായിട്ടും ഒന്നും. ഒരു ജോലിയാണെങ്കിലും ഒരു കൂലിയാണ്, ഒന്നും റാഹത്താകുന്നില്ല. ആകെ ഇടങ്ങേറായിരിക്കുന്ന അവസ്ഥ. ബറക്കത്ത് തീരെ നഷ്ടപ്പെട്ടു. ഒന്നുമില്ല നബിയെ, ഭയങ്കര പ്രശ്നമാണ്. അല്ലെങ്കിൽ എവിടേക്കോ ഇങ്ങനെ പാളിപ്പാളി പോവുക, എന്തൊക്കെയോ പ്രശ്നമുള്ളതുപോലെ തോന്നുക എന്ന് പറഞ്ഞ് അലി റളിയല്ലാഹു തആല എന്നെ മുന്നിൽ വന്ന് പറഞ്ഞപ്പോൾ അലി റളിയല്ലാഹു തആല കുറച്ച് ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിക്കുന്നുണ്ട്. വിശാലമായി പറയേണ്ടതാണ്, നമ്മൾ ആ ഇമ്പോർട്ടൻ്റായ ഭാഗം മാത്രം എടുക്കുകയാണ്. ഇപ്പോൾ ഒരു രോഗിയുടെ പ്രയാസങ്ങൾ അല്ലെങ്കിൽ ഒരു രോഗവുമായി ബന്ധപ്പെട്ട് ഡോക്ടറെ നമ്മൾ കൺസൾട്ട് ചെയ്താൽ ആ ഡോക്ടർ പേഷ്യൻറ്റിനോട് ചോദിക്കുമല്ലോ, തലവേദന എങ്ങനെയുണ്ട് ചോദിക്കും. അതേപോലെ തന്നെ മേലുവേദന ഉണ്ടോ ചോദിക്കും. യൂറിൻ എങ്ങനെയാണ് പോകുന്നത്, എന്ത് കളറാണ് എന്നൊക്കെ ചോദിക്കും. കാരണം അയാളുടെ രോഗത്തിൻ്റെ അവസ്ഥകൾ പറയുമ്പോൾ അതിൻ്റെ കാരണങ്ങൾ ഇങ്ങനെ, അതിൻ്റെ സൂചനകൾ അല്ലെങ്കിൽ അവസ്ഥകൾ ചോദിക്കുകയാണ്. എന്തൊക്കെയാണ് അവസ്ഥ? ഇത് ചോദിക്കുമ്പോൾ രോഗം എന്താണെന്ന് പെട്ടെന്ന് മനസ്സിലാവും. അത് മനസ്സിലാക്കിയെടുക്കുമ്പോൾ കൃത്യമായിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താണ് കാരണം അറിഞ്ഞിട്ട് ചികിത്സിക്കുമ്പോൾ അതിന് പെട്ടെന്ന് ശമനമുണ്ടാകും. അതെങ്ങനെയെങ്കിലും റെഡിയായി കിട്ടാൻ വേണ്ടിയാണ് ചോദിക്കുന്നത്. കുറേ ചോദ്യങ്ങൾ ഇങ്ങനെ അലി റളിയല്ലാഹു തആല അൻഹു ഈ രോഗിയായ മനുഷ്യനോട് ഇങ്ങനെ, രോഗിയാകെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ള ജീവിതത്തിൽ സാമ്പത്തിക തകർച്ച വന്നു, പ്രയാസം വന്നു, വിഷമം വന്നു, തകർന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞ മനുഷ്യനോട് അതിൻ്റെ കാരണം എന്തുകൊണ്ടായിരിക്കും? ചുമ്മാ അങ്ങനെ ദാരിദ്ര്യം വരില്ല, ചുമ്മാ സാമ്പത്തികമായിട്ടും കച്ചവടപരമായിട്ടും ഉപജീവന മാർഗം എല്ലാം കുടിസാകില്ല. ജീവിതത്തിൽ ഞെരുക്കം വരുന്നെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം അതിൻ്റെ പിന്നിലുണ്ടാവും. അതിങ്ങനെ ചോദിക്കുന്നുണ്ട്. കുറേ ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിച്ചു. അങ്ങനെ ചോദിക്കുന്ന കൂട്ടത്തിൽ അലി റളിയല്ലാഹു തആല ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. കുറേ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ലഅല്ലക തംശി അമാമ മൻ ഹുവ അക്ബറു മിൻക സിന്ന. അലിയാർ തങ്ങൾ ചോദിക്കുക ഈ മനുഷ്യനോട്, നിങ്ങളെക്കാൾ പ്രായം കൂടിയ മനുഷ്യൻ, നിങ്ങളെക്കാൾ വയസ്സുള്ള മനുഷ്യൻ്റെ മുന്നിലൂടെ ഒരു മര്യാദയില്ലാതെ നിങ്ങൾ അവരുടെ മുന്നിലൂടെ നടക്കാറുണ്ടോ? പ്രായമായവരുടെ മുന്നിലൂടെ നടക്കുക, അതും മാതാപിതാക്കളാകുമ്പോൾ ഒരു ബഹുമാനമില്ലാതെ മുന്നിലൂടെ നടക്കുക. ഒരു സ്ഥലത്തൂടെ പോവുക, ഒരു സ്ഥലത്തേക്ക് പോവുക, മോൻ മുന്നിൽ വലിയ ആളായിട്ട് നടക്കുക, ബാപ്പ ഉമ്മ പിന്നിൽ വരിക, ആ ഒരു ശൈലി തീർച്ചയായിട്ടും അപകടകരമാണ്. പിന്നെ അവരുടെ നിർബന്ധത്താൽ അല്ലെങ്കിൽ അവരെ കൊണ്ടുപോകേണ്ട, അവരുടെ മുന്നിൽ നടക്കേണ്ട ഒരു സാഹചര്യം അവരുടെ സമ്മതത്തോടെ ആവശ്യത്തോടെ കുഴപ്പമില്ല. പക്ഷേ ഇതൊന്നും പരിഗണിക്കാറില്ല. അതൊരു മര്യാദകേടാണ്. റെസ്പെക്റ്റ് തീർച്ചയായിട്ടും മാതാപിതാക്കൾക്ക് നിർബന്ധമായിട്ടും മറ്റുള്ള മുതിർന്ന ആളുകൾക്കും അവർക്ക് കൊടുക്കേണ്ട, പ്രായത്തിൽ മുതിർന്ന ആളുകൾ ഇല്ലേ, തീർച്ചയായും അള്ളാഹു ഇന്നമിൻ ഇജ്ലാലില്ലാഹി തആല ഇക്റാമതി ശൈബത്തിൽ മുസ്ലിം എന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നുണ്ട്. അള്ളാഹുവിനെ ആദരിക്കുന്നത് പോലെയാണ്, അള്ളാഹിനെ ബഹുമാനിക്കുന്നത് പോലെയാണ്
മുടി നരച്ചു പോയ പ്രായമായ ഒരു മനുഷ്യനെ ബഹുമാനിക്കൽ എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ പ്രായമായ ആളുകളെ ബഹുമാനിക്കുക, ആദരിക്കുക, അത് ജീവിതത്തിൽ വല്ലാത്ത ബർക്കത്തുണ്ടാവും. തീർച്ചയായും ഒരു കുടുംബത്തിൽ പ്രായമായവരുണ്ടെങ്കിൽ ഉള്ളപ്പോൾ അതിൻ്റെ വില അറിയില്ല. വയസ്സന്മാർ, വയസ്സായ സഹോദരിമാർ, ഉമ്മമാർ, വല്ലുപ്പമാർ, വല്ലുമ്മമാരൊക്കെ വീട്ടിലുണ്ടാകുമ്പോൾ ഭയങ്കര ബറക്കത്തും ഖൈറും അള്ളാഹു അങ്ങനെ നൽകിക്കൊണ്ടിരിക്കും. അവർ പോകുമ്പോഴാണ് പടച്ചോനെ പോയല്ല അള്ളാഹ് തോന്നുന്നത്. ഉള്ളപ്പോൾ അതിൻ്റെ വില മനസ്സിലാക്കണം. കണ്ണിന് കുഴപ്പമില്ലാത്തപ്പോൾ അതിനെ നമ്മൾ ആദരിക്കണം, അതിനെ ബഹുമാനിക്കണം, അതിനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യണം. അപ്പോൾ തീർച്ചയായും നീ പ്രായമുള്ള ആരുടെയെങ്കിലും മുന്നിലൂടെ ഇങ്ങനെ നടക്കുന്ന ഒരു ശൈലി ഉണ്ടായേക്കാം. അങ്ങനെ ഉണ്ടോയെന്ന് ചോദിച്ചു. അങ്ങനെ ഇല്ല അലിയാർ തങ്ങളെ, അത് ഞാൻ ബഹുമാനിക്കുന്ന ആളാണ്, നമ്മളെപ്പോലത്തെ ആളല്ലാന്ന് ചുരുക്കം. അങ്ങനെ അവരുടെ മുന്നിലൂടെ അപമര്യാദയായിട്ട് ഞാൻ നടക്കാറില്ല, അതൊക്കെ സൂക്ഷിക്കാറുണ്ട്, ബഹുമാനിക്കാറുണ്ട്. അപ്പോൾ പിന്നെ എന്തായിരിക്കും കാരണം? നെക്സ്റ്റ് വൺ, അടുത്ത ചോദ്യം ചോദിക്കുക. എന്താ ചോദിക്കുന്നില്ല? അല്ലക്ക തനാമു ബഅദൽ ഫജർ, എന്നാൽ പിന്നെ സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് ഫജറിന് ശേഷം, സുബഹി നിസ്കാരം കഴിഞ്ഞാൽ ഫജറിന് ശേഷം, അതായത് സൂര്യോദയത്തിനിടയിലുള്ള നേരം, അതായത് ബാങ്ക് കൊടുത്തതിന് ശേഷം ഉദയം, സൂര്യോദയം ഉണ്ടല്ലോ, ആ ഒരു സമയത്തിനിടയിൽ നീ ഉറങ്ങുന്നുണ്ടാവും. നിസ്കരിച്ചിട്ടുണ്ടാകാം. നിസ്കരിക്കാത്ത ആളെക്കുറിച്ച് പറയേണ്ട കാര്യമല്ലോ. സുബഹി നിസ്കരിക്കാത്ത ഒരാൾ, ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു വീട്ടിലെ ഒരാൾ സുബഹി നിസ്കരിക്കാറില്ല. അത് മുതിർന്ന മക്കളായിക്കോട്ടെ. മുതിർന്ന മക്കൾ എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തിയായ ഒരു മോനോ മോളോ കിടന്നുറങ്ങുന്നുണ്ട്. അത് രാത്രി ഉറക്കമൊഴിച്ചിട്ടോ പണിക്ക് പോയിട്ടോ എന്തോ ആയിക്കോട്ടെ, സുബഹി നിസ്കരിച്ചിട്ടില്ല. എന്നാൽ പിന്നെ അവിടെ ബറക്കത്തിൻ്റെ കാര്യം, ബറക്കത്ത് എന്നുള്ള വാക്ക് തന്നെ വീട്ടിൽ പറയേണ്ട കാര്യമില്ല. നടക്കൂല. സങ്കടങ്ങൾ ഉള്ളവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ ഒരു ക്ലാസ്സിൽ എത്രയോ നൂറുകണക്കിന് സഹോദരന്മാർ, ഒരുപാട് പ്രായം ചെന്ന ഉമ്മമാർ കോൾ ചെയ്തിട്ട് എന്താ പറഞ്ഞെന്നറിയോ? ഉസ്താദേ ഭയങ്കര പ്രശ്നമാണ്, ആകെ സങ്കടമാണ്, ഒരു വർക്കത്തില്ല, അങ്ങനെയില്ല. ചോദിച്ചു നോക്കുമ്പോൾ ആ വീട്ടിൽ ഒരാളെങ്കിലും സുബഹിൻ്റെ നേരത്ത് കിടന്നുറങ്ങുന്നുണ്ടാവും. അവർ എപ്പോഴെങ്കിലും എണീറ്റ് നിസ്കരിക്കും, ചിലപ്പോൾ അതുമില്ല. ആ ഒരവസ്ഥയാണ്. അവരെക്കുറിച്ച് നമ്മുടെ ഈ ക്ലാസ്സിലല്ല, ഇവിടെ ചർച്ച തന്നെയില്ല സുബഹി നിസ്കരിക്കാത്തവരെ കുറിച്ച്. സുബഹി കൃത്യമായിട്ട് നിസ്കരിക്കും, പക്ഷെ നിസ്കാരം കഴിഞ്ഞാൽ ഉടൻ കിടക്കും. അവിടെയാണ് വർത്താനം. ഉദയത്തിന് മുമ്പുള്ള അള്ളാഹു ഉപജീവൻ റിസ്ക്, ഫാത്തിമ വീട് റളിയല്ലാഹു തആലയോട് പറയുന്നുണ്ട്, അള്ളാഹു ഉപജീവന മാർഗം റിസ്ക്, വേണ്ട സമ്പത്തും സൗകര്യങ്ങളും സപ്ലൈ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ആ ക്യൂയിൽ മുഅ്മിനീങ്ങളായ കുറേ ആൾക്കാരില്ല, കുറേ ആളുകളില്ല, അവർ പോയി കിടക്കുകയാണ്. ഒന്നും കിട്ടില്ല എന്ന് ഫാത്തിമ ബീബി റളിയല്ലാഹു തആലയോട് പുണ്യ റസൂല പറയുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ കിടന്നപ്പോൾ കാലുകൊണ്ട് തൊഴിച്ചെണീപ്പിച്ചു എന്നാണ്. അത് നിസ്കാരം ഇല്ലാത്ത ടൈമായിക്കോട്ടെ, സഹോദരിമാർക്ക് നിസ്കരിക്കേണ്ടെന്നാണ് പറഞ്ഞത്. നേരത്തെ കിടന്ന പ്രശ്നമാണ്, എനിക്ക് നിസ്കാരമില്ല, കുറച്ച് നീണ്ടു കിടക്കാം എന്ന് കരുതിയാൽ അപ്പോൾ ക്ഷീണവും തണുപ്പും നല്ല ക്ലൈമറ്റൊക്കെ ആയിരിക്കും, പക്ഷേ പിന്നീട് വലിയ വില കൊടുക്കേണ്ട അവസ്ഥ വരും. പറക്കത്ത് പാട് തകർന്നു പോകും. അവിടെ ചോദിക്കാനല്ലേ അല്ലക്ക തനാമ്പു വയദൽ ഫജർ, ഫജറിന് ശേഷം കിടക്കുന്നുണ്ടാവും. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അങ്ങനെ ഇല്ല അലിയാർ തങ്ങളെ. അപ്പോൾ നമ്മളെപ്പോലെ ആളല്ല, ആൾ ഫസ്റ്റാണ് കണ്ടോ. അപ്പോൾ ചോദിച്ചു. അവിടെ നിന്ന് മൂന്നാമത് ചോദിക്കുന്ന പല ചോദ്യങ്ങളും ചോദിക്കുന്നുണ്ട്. മൂന്നാമത് ചോദിക്കുന്നുണ്ട്. ആ ചോദിച്ച കൂട്ടത്തിൽ പിന്നെ ചില ചോദ്യങ്ങൾ കിതാബിൽ തന്നെ കാണുന്നുണ്ട്. ചീർപ്പ്, തല ചീകാറുള്ള ചീർപ്പില്ലേ, ആ ചീർപ്പിൻ്റെ ചില ഭാഗം പൊട്ടിപ്പോയിട്ടുണ്ട്, അല്ലെങ്കിൽ വള്ളി പൊട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ഭാഗം ഒടിഞ്ഞിട്ടുണ്ട്, പല്ലുകൾ പോയിട്ടുണ്ട്. അങ്ങനെ പൊട്ടിയ ചീർപ്പുമായിട്ട് തല ചീകാറുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ അത് കേടായ മോശപ്പെട്ട ചില ഭാഗങ്ങളൊക്കെ പോയ പേനയാണ്, ആ പേന കൊണ്ട് എഴുതാറുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതൊക്കെ ബർക്കത്ത് കിട്ടുപോകുന്ന സാധനമാണ്. ഒരു ബർക്കത്തും കിട്ടില്ല, ചുമ്മാ ദ്വാരക്കാന്നുള്ളൂ. അങ്ങനെ ആ ചോദിക്കുന്ന കൂട്ടത്തിൽ ഹൈലൈറ്റ് ചെയ്ത് ചോദിക്കുന്നൊരു ഭാഗം, മൂന്നാമത്തെ ചോദ്യം, ലഅല്ലക തറക്ത ദുആ ലിൽ വാലിദൈൻ, മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന ഒഴിവാക്കാറുണ്ടോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഖാല നഅം. അലിയാർ തങ്ങളെ, അത് പലപ്പോഴും ഓർക്കാറില്ല, ചിലപ്പോൾ മറന്നു പോകും, ചിലപ്പോൾ പെട്ടെന്ന് ദ്വാരന്ന് പോകുമ്പോൾ വാപ്പച്ചിയുടെ ഉമ്മച്ചിയുടെ കാര്യം പറയാറില്ല. എന്നാൽ അലി റളിയല്ലാഹു തആല അൻഹു അവിടെ മറുപടിയായി പറയുന്നത്, ഫദ്കുറുഹുമ, അവർ രണ്ടുപേരെയും ഓർക്കൽ നിർബന്ധമാണ് പൊന്നുമോനെ. നീ എപ്പോൾ ദുആ ചെയ്താൽ നിൻ്റെ കാര്യം മറന്നാലും വാപ്പച്ചിയുടെ ഉമ്മച്ചിയുടെ കാര്യം നീ മറക്കാൻ പാടില്ല. നിർബന്ധമായിട്ടും അവരെക്കുറിച്ചുള്ള ദുആ ഒരു വാക്കെങ്കിലും നീ പറയണം, ദുആ ചെയ്യണം. തീർച്ചയായും അവരുടെ കാര്യം ഓർക്കണം. ഫഇന്നഹു സമിഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ യഖൂൽ, നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ നിങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എല്ലാവരും നിങ്ങൾ പറയാ, ഞാൻ കേട്ടു അവിടെ നിന്ന് പറയുന്നത് എന്ന്. എന്താ പറയുന്നത്? തർക്കു ദുആ ലിൽ വാലിദൈൻ, മാതാപിതാക്കൾക്ക് വേണ്ടിയുള്ള ദുആ ഒരാൾ ഒഴിവാക്കി കളഞ്ഞാൽ, ആ ദുആ ഒരാളുടെ ദുആയിൽ കയറി വന്നിട്ടില്ലെങ്കിൽ ഉപജീവന മാർഗം മുറിച്ചു കളയും. അത് റിസ്ക് മുറിഞ്ഞു പോകാൻ, നമ്മുടെ കച്ചവടം, സാമ്പത്തിക വരുമാനം, കുടുംബത്തിൽ നമുക്ക് വേണ്ട മുഴുവൻ സാഹചര്യങ്ങളും, റിസ്ക് ഉപജീവന മാർഗം, അത് ബറാത്ത് രാവിലെ എന്ത് റിസ്ക്കിന് വേണ്ടി യാസീൻ ഓതിയിട്ട് മാത്രം കാര്യമില്ല. എപ്പോൾ ദുആ ചെയ്താലും വാപ്പിച്ചിനും ഉമ്മച്ചിനെ ചേർക്കണം.
അത് ചേർക്കാത്ത ദുആ നമ്മുടെ റിസ്ക് ഉപജീവന മാർഗം പൊട്ടിപ്പോകും. ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. നിർബന്ധമായും അവർ ചേരണം. നിസ്കാരശേഷം ഒറ്റ വാക്കേ പറയുന്നുള്ളൂ, സമയം കുറവാണ്, ആയിക്കോട്ടെ. ഈ മാതാപിതാക്കൾക്ക് കൊണ്ടൊരു ദുആ വേണം. നിസ്കാരശേഷം വളരെ ചുരുങ്ങിയ നിലക്കാണ്, ഇമാമികളും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഷോർട്ടായിട്ട് വളരെ ചുരുങ്ങിയ വാക്കുകൾ ദ്വാരക്കണം. 1ാം ക്ലാസ് മുതൽ പഠിച്ച കംപ്ലീറ്റ് ദ്വായും നടത്തി ദ്വാ സമ്മേളനം നടത്താൻ പറ്റിയ സമയമല്ല. നിസ്കാരശേഷം പെട്ടെന്ന് ദ്വാ ചെയ്ത് പിരിച്ചുവിടണം. ആ ദ്വാ ഒരു വാക്ക് പറഞ്ഞുള്ളെങ്കിലും ആ വാക്കിൽ എന്ത് വാക്ക് വേണം? മാതാപിതാക്കൾക്ക് അത് ഖുർആൻ പറഞ്ഞ പ്രസൻറ്റ് ചെയ്ത വാക്കായിക്കോട്ടെ. റബ്ബി റഹംഹുമാ കമാ റബ്ബയാനി സ്വഗീറ, ഇത്ര നല്ല വാക്കാ. ഇനി അവിടെ നമ്മൾ എന്ത് ചെയ്യണ്ട? എഡിറ്റ് ചെയ്യാൻ നിൽക്കണ്ട, അഴിച്ചു പണിയാൻ നിൽക്കണ്ട. ഏറ്റവും നല്ലത്, കുഴപ്പമില്ല, പക്ഷേ ഏറ്റവും നല്ലത് അള്ളാഹുവിൻ്റെ കലാമിൻ്റെ അതേ വാക്ക് തന്നെ ഉദ്ധരിക്കലാണ്. റബ്ബി റഹംഹുമാ കമാ റബ്ബയാനി സ്വഗീറ എന്ന് പറയലാണ്. റബ്ബി റഹംഹുമാ കമാ റബ്ബയാന സ്വിഗാറ, റബ്ബഗുന സ്വിഗാറ. പല ശൈലിയുണ്ടല്ലോ ജമ്മാക്കിയിട്ട്. അതിൽ ഏറ്റവും നല്ലത് എന്താ? ഇങ്ങനെ തന്നെ പറയല. ഉസ്താദുമാരും ശ്രദ്ധിക്കണം, നമ്മളൊക്കെ ശ്രദ്ധിക്കണം. റബ്ബി റഹംഹുമാ കമാ റബ്ബയാനി സ്വഗീറ. ഒറ്റക്കാണെങ്കിലും കൂട്ടായിട്ടാണെങ്കിലും ആ വാക്കിന് വലിയ പവറാണ്. അത് വഹീൻ്റെ പവറാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആ ഒരു വാക്ക് നിർബന്ധമായിട്ട് നമ്മുടെ എല്ലാ ദ്വാകളിലും വേണം. എന്നാലേ ദ്വാക്ക് ഇജാബത്ത് ഉണ്ടാവുകയുള്ളൂ, എന്നാലേ ജീവിതത്തിൽ ബറക്കത്ത് ഉണ്ടാവുകയുള്ളൂ. അതില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം എഴുതി വച്ചോളൂ. അവർക്ക് ദാരിദ്ര്യം, കഷ്ടപ്പാട്, ബറക്കത്തില്ലായ്മ, സങ്കടം, എല്ലാവിധ ഞെരുക്കം, ജീവിത ഞെരുക്കം കൊണ്ട് അവർ പൊറുതിമുട്ടും. പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാനും ബറക്കത്ത് കീഴുള്ള എല്ലാം ഒഴിവാക്കി ബറക്കത്തുള്ള എല്ലാം സ്വീകരിക്കാനും, പ്രത്യേകിച്ച് വാപ്പ ഉമ്മാക്ക് വേണ്ടി പ്രത്യേകിച്ച് ദുആ ചെയ്യാനും അതേപോലെ പരിഗണിക്കുന്ന ഉസ്താദുമാർ. നമ്മൾ അത് കോമൺ സെൻസ് കൊണ്ട് മനസ്സിലാക്കിയെടുക്കേണ്ട വിഷയം തന്നെയാണ്. ഉസ്താദുമാരെ ഭയങ്കരമായി മാതാപിതാക്കളോട് എങ്ങനെ പെരുമാറണം, അവരിങ്ങനെയാണ് എന്നൊക്കെ നമ്മൾ പഠിപ്പിച്ചു തരുന്നത്, പറയുന്നതൊക്കെ ആരാ? ഉസ്താദുമാരാണ്. അവർ വലിയ കാരണക്കാരല്ലേ. എന്നൊക്കെ പരിഗണിച്ചു കൊടുക്കണം. ദുആയിൽ അവരെയൊക്കെ ചേർക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. لا يا داخل الجنة